മഹാഭിഷക് എന്നൊരു രാജാവ് മരണശേഷം സ്വർഗത്തിലെത്തി. ഒരിക്കൽ ദേവന്മാരോടൊത്ത് ബ്രഹ്മദേവൻ്റെ സത്യലോകത്തിലേക്ക് പ്രത്യേക പൂജയിൽ പങ്കുചേരാനായി പോകുന്നു. അവിടെ വെച്ച് അതിസുന്ദരിയായ നദികളുടെ ദേവതയായ ഗംഗാദേവിയെ കാണുന്നു. പരസ്പരം ആകൃഷ്ടരാവുന്നു. ഇത് കാണുന്ന ബ്രഹ്മദേവൻ, നിങ്ങളുടെ കാമവികാരങ്ങൾ വിട്ടുമാറാത്ത സ്ഥിതിക്ക് രണ്ടുപേരും ഭൂമിയിൽ മനുഷ്യരായി ജനിക്കാനിടവരട്ടെ എന്ന് പറയും. അങ്ങനെ ശപിക്കുന്നതോടുകൂടി ശാപമോക്ഷം യാചിക്കുന്ന ഗംഗയോട്, അഷ്ടവസുക്കൾ നിന്റെ പുത്രന്മാരായി ജനിക്കുന്നതോടെ പൂർവ്വസ്ഥിതി പ്രാപിച്ച് സ്വർഗത്തിലേക്ക് എത്താമെന്നറിയിക്കും. അങ്ങനെ ഭൂമിയിലെത്തുന്നു ഗംഗാനദി. വനങ്ങളിലൊക്കെ, ഗംഗാനദിയിലും വനങ്ങളിലൊക്കെ ആയിട്ടാണ് താമസിക്കുന്നത്. ഒരിക്കൽ ഗംഗാനദിക്കരയിൽ സന്താന സൗഭാഗ്യത്തിനായിട്ട് തപസ് അനുഷ്ഠിച്ചിരുന്ന ഹസ്തിനപുരിയിലെ രാജാവായ പ്രദീപനെ കണ്ട് ഗംഗ മോഹിക്കുന്നു. അങ്ങനെ ഒരു ദിവ്യ സ്ത്രീരൂപം ധരിച്ച് രാജാവിൻ്റെ വലതു തുടയിൽ വന്നിരിക്കും. എന്നിട്ട് എനിക്ക് അങ്ങയുടെ ഭാര്യയാകണം എന്ന് പറയും. രാജാവ് പറയും, ഒരു നിവൃത്തിയുമില്ല, കാരണം നീ ഇരുന്നിരിക്കുന്നത് വലതു തുടയിലാണ്. അത് പുത്രിമാർക്കും പുത്രവധുക്കൾക്കും ഇരിക്കാനുള്ളതാണ്. ഭാര്യയുടെ സ്ഥാനം ഇടത്തെ തുടയാണ്. അതുകൊണ്ട് തന്നെ നീ എനിക്കുണ്ടാകുന്ന പുത്രൻ്റെ വധുവായിട്ട് തീരും എന്ന് പറയും. അങ്ങനെ വീണ്ടും തപസ്സിൽ മുഴുകും. കുറച്ചു കാലത്തിന് ശേഷം പ്രദീപരാജന് ശന്തനു എന്ന പുത്രനുണ്ടാകുന്നു. മഹാഭിഷക് എന്ന രാജാവിൻ്റെ മനുഷ്യജന്മമാണ് ശന്തനു. പുത്രന് രാജ്യഭാരം നൽകി തപസ്സിനായിട്ട് പ്രദീപരാജൻ വനത്തിലേക്ക് പോകുന്നു. ഗംഗാതടത്തിൽ കണ്ട കന്യകയെ പുത്രവധുവാക്കണം എന്ന് പറയുകയും ചെയ്യും. അങ്ങനെ ഒരു നാൾ ഗംഗാതടത്തിലെ വനത്തിൽ വേട്ടയാടാൻ പോയ ശന്തനു ഗംഗാദേവിയെ കാണാനിടയാവുകയും വിവാഹാഭ്യർത്ഥന നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഗംഗാദേവി അതിന് സമ്മതിക്കുന്നു. പക്ഷെ ഒരു ഉപാധി വയ്ക്കും. എന്നോട് കോപിക്കാൻ പാടില്ല, അപ്രിയമായതൊന്നും പറയാനോ പ്രവർത്തിക്കാനോ പാടില്ല, ഞാൻ ചെയ്യുന്നത് കണ്ടാൽ എന്നെ തടയാനും പാടില്ല. അങ്ങനെ ചെയ്താൽ ഉടനെ ഞാൻ ഉപേക്ഷിച്ചു പോകും എന്നതായിരുന്നു ഗംഗാദേവിയുടെ വ്യവസ്ഥ. അങ്ങനെ ഇതെല്ലാം രണ്ടുപേരും അംഗീകരിച്ച് കൊട്ടാരത്തിലെത്തി പ്രകാരം വിവാഹം നടത്തുന്നു. കാലം കഴിയവേ ഗംഗാദേവി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. രാജാവ് നോക്കി നിൽക്കെ തന്നെ ആ കുഞ്ഞിനെ എടുത്ത് നദിയിലെറിയുന്നു. വാഗ്ദാന ലംഘനം ഭയന്ന് രാജാവ് ഒന്നും മിണ്ടണില്ല. തുടർന്ന് 6 പുത്രന്മാരെ കൂടി ദേവി പ്രസവിക്കുന്നു. ഗംഗാനദിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. 7 കുഞ്ഞുങ്ങളെയും നഷ്ടപ്പെട്ടതോടുകൂടി ശന്തനു മഹാരാജാവ് ആകെ തകരുന്നു. 8ാമത്തെ പുത്രനെ നദിയിലെറിയാൻ തുനിഞ്ഞ ഗംഗാദേവിയെ രാജാവ് തടഞ്ഞിട്ട്, ഈ കുഞ്ഞിനെ എനിക്ക് വേണം എന്ന് പറയും. അതോടുകൂടി ഗംഗാദേവി സന്തോഷത്തോടുകൂടി താൻ ആരാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തിയിട്ട് അവിടുന്ന് പോവുകയാണ്. പോകുമ്പോൾ കുഞ്ഞിനെയും കൊണ്ടുപോകും. ഗംഗാദേവിയുടെ പുത്രനായി ജനിച്ച് ഉടനെ തന്നെ മരണവും വരിച്ച് ശാപമോക്ഷം നേടുകയാണ് ഈ അഷ്ടവസുക്കൾ 7 പേര്. ഒരിക്കൽ വസിഷ്ഠ മഹർഷിയുടെ ഹോമപശുവിനെയാണ് ഈ അഷ്ടവസുക്കൾ മോഷ്ടിക്കുന്നത്. അങ്ങനെയാണ് അവർക്ക് മുനിയുടെ ശാപം നേടുന്നതും. പിന്നെ ഈ പശുവിനെ തിരിച്ചു കൊടുത്തിട്ട് അവർ ശാപമോക്ഷം യാചിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോഴാണ് അഷ്ടവസുക്കളോട്, നിങ്ങൾ ഗംഗാദേവിയുടെ മക്കളായി ജനിക്കും, ജനനസമയത്ത് തന്നെ മരണം സംഭവിക്കും, മോക്ഷപ്രാപ്തി നേടും. എന്നാൽ പശുവിനെ മോഷ്ടിക്കാൻ കാരണക്കാരനായ 8ാമത്തെ പുത്രനായ ദ്യോവ് മാത്രം വളരെ കാലം ഭൂമിയിൽ ജീവിക്കും. ധർമാത്മാവും ബ്രഹ്മചാരിയുമായ അദ്ദേഹം ഒരു വംശത്തിൻ്റെ തന്നെ രക്ഷകനായി മാറും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നത്. അങ്ങനെ ഗംഗാദേവിക്ക് ജനിച്ച് 8 പുത്രന്മാരിൽ 7 പേരും ജനന സമയത്ത് തന്നെ മരണം വരിച്ച് മോക്ഷം നേടുന്നു. ബാക്കിയായ 8ാമത്തെ പുത്രനാണ് ദേവവ്രതൻ. 16 വയസ്സുവരെ ദേവവ്രതൻ സ്വർഗത്തിൽ ഗംഗയോടൊപ്പമാണ് വസിക്കുന്നത്. ബൃഹസ്പതി, ശുക്രാചാര്യർ അവരുടെയൊക്കെ കീഴിലാണ് അദ്ദേഹം ശിക്ഷണം, നീതിശാസ്ത്രം, തത്വശാസ്ത്രം, രാഷ്ട്രമീമാംസ അങ്ങനെയൊക്കെ പഠിക്കുന്നു. ധനുർവേദം ഭാർഗവരാമനിൽ നിന്ന് പഠിക്കുന്നു. വേദാംഗങ്ങളൊക്കെ വസിഷ്ഠ മഹർഷിയിൽ നിന്നും പഠിക്കുന്നു. മാർക്കണ്ഡേയ മഹർഷിയിൽ നിന്ന് സന്യാസം പഠിക്കുന്നു. മരണത്തിനപ്പുറമുള്ള ജ്ഞാനം പോലും അദ്ദേഹം നേടുന്നു. ധനുർവിദ്യയിൽ അസാമാന്യ വൈഭവം നേടിയ ദേവവ്രതൻ ഒരു ദിവസം തുരുതുര അമ്പുകളെയ്ത് ഗംഗയിലെ ജലം അണക്കെട്ട് പോലെ തടഞ്ഞു നിർത്തുന്നു. ഒരു കുഞ്ഞു ബാലൻ്റെ അത്ഭുതകരമായ ഈ പ്രവൃത്തി നായാട്ടിനായി ഗംഗാതടത്തിലെത്തിയ ശന്തനു മഹാരാജാവ് കാണാനിടയാവുന്നു. രാജാവ് അടുത്ത് ചെന്ന ഉടനെ ആ ബാലൻ മായയാൽ മറഞ്ഞു കളയുന്നു. അത് തൻ്റെ പുത്രനായിരിക്കും എന്ന് വിശ്വസിച്ച് അദ്ദേഹം ഗംഗാദേവിയെ വിളിക്കുന്നു. മകനെ തരണമെന്ന് അപേക്ഷിക്കുന്നു.
അങ്ങനെ ഗംഗാദേവി പുത്രനായ ദേവവ്രതനെ സ്വന്തം പിതാവിനെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് മറയുന്നു. സർവ്വഗുണങ്ങളും തികഞ്ഞ തൻ്റെ പുത്രനെ യുവരാജാവായി അദ്ദേഹം അഭിഷേകം ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം നായാട്ടിനായി പോയ ശന്തനു മഹാരാജാവ് യമുനാ നദിക്കരയിൽ കസ്തൂരി ഗന്ധമുള്ള അതിസുന്ദരിയായ ഒരു മുക്കവ സ്ത്രീയെ കണ്ട് ആകർഷണനാകുന്നു. സത്യവതി എന്നാണ് അവരുടെ പേര്. പിതാവിൻ്റെ വ്യവസ്ഥ അംഗീകരിക്കാൻ കഴിയാതെ ശന്തനു മഹാരാജാവിന് സത്യവതിയെ വിവാഹം കഴിക്കാൻ സാധിക്കുന്നില്ല. സത്യവതിയെ ഓർത്ത് രാജാവ് പിന്നീട് വല്ലാതെ ദുഃഖിക്കുകയും വിഷാദരോഗിയായി മാറുകയും ചെയ്യുന്നു. പിതാവിൻ്റെ ദുഃഖകാരണം എന്താണ് എന്ന് മനസ്സിലാക്കിയ ദേവവ്രതൻ മുക്കുവനെ ചെന്ന് കാണുന്നു. സത്യവതിയിൽ ജനിക്കുന്ന കുഞ്ഞിന് രാജ്യാവകാശം നൽകാം എന്ന ഉറപ്പ് നൽകി മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സത്യവതിയുടെ പിതാവ് സമ്മതിക്കുന്നു. അങ്ങനെ ആ വ്യവസ്ഥ അംഗീകരിച്ച് ആജീവനാന്തം ഞാൻ ബ്രഹ്മചാരിയായി കഴിഞ്ഞുകൊള്ളാമെന്ന് ശപഥം ചെയ്യുന്നു ഭീഷ്മര്. അങ്ങനെ തൻ്റെ പിതാവിനെ കൊണ്ട് സത്യവതിയുടെ വിവാഹം നടത്തുന്നു. സ്വന്തം പിതാവിന് വേണ്ടി ഉഗ്രമായ ശപഥം ചെയ്ത് മഹാത്യാഗിയായ പുത്രനെ ഇന്നു മുതൽ ഭീഷ്മർ എന്നറിയപ്പെടും. നിനക്കിഷ്ടമുള്ളപ്പോൾ മാത്രമേ നിനക്ക് മരണം സാധിക്കുകയുള്ളൂ. നിനക്ക് സ്വയം മരണം വരിക്കാനുള്ള ഒരു സിദ്ധി പിതാവ് വരവും നൽകുന്നു പുത്രന്. അന്നു മുതലാണ് ദേവവ്രതൻ അഷ്ടവസുക്കളിൽ ഒരാളായ ദ്യോവ് ഭീഷ്മർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. സത്യവതിക്ക് 2 പുത്രന്മാരുണ്ടാകുന്നു. ഒന്ന് ചിത്രാംഗതൻ, മറ്റത് വിചിത്രവീര്യൻ. ശന്തനു രാജാവിന് ശേഷം രാജാവായ ചിത്രാംഗതൻ ഒരിക്കൽ അതേ പേരിലുള്ള ഒരു ഗന്ധർവനുമായി യുദ്ധം ചെയ്ത് മരണം വരിക്കുന്നു. അനന്തരം കുഞ്ഞായിരിക്കുന്ന വിചിത്രവീര്യനാണ് രാജാവാകുന്നത്. പക്ഷെ കുഞ്ഞാണല്ലോ. അങ്ങനെ പകരം ഭീഷ്മരുടെ ഉപദേശപ്രകാരമാണ് രാജഭരണം നടത്തുന്നത്. ഒരിക്കൽ കാശിരാജാവിൻ്റെ പുത്രിമാരായ അംബാംബികാംബാലികമാരുടെ സ്വയംവരം നടക്കുന്ന വേദിയിൽ ഭീഷ്മരെത്തുന്നു. കയ്യൂക്ക് കാട്ടി മറ്റ് രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് കന്യകമാരുമായി ഹസ്തരമുരയിലെത്തി തൻ്റെ സഹോദരനായ വിചിത്രവീര്യനുമായി വിവാഹം നടത്താനുള്ള മുഹൂർത്തവും നിശ്ചയിക്കുന്നു. എന്നാൽ മൂത്തവളായ അംബയുടെ ആവശ്യപ്രകാരം ഭീഷ്മർ അവർ സ്നേഹിച്ചിരുന്ന സൗദനഗരത്തിൻ്റെ അധിപനായ സ്വാലരാജൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. പക്ഷേ ഭീഷ്മർ എന്നൊരാൾ കൈക്ക് പിടിച്ച അംബയെ സ്വീകരിക്കാനായിട്ട് ആ രാജാവ് തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, നീ ഭീഷ്മരെ തന്നെ വിവാഹം കഴിക്കേണ്ടതാണ് എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ നിത്യബ്രഹ്മചാരിയായ ഭീഷ്മർ അതിന് വഴങ്ങുന്നില്ല. കൂടാതെ മറ്റൊരുവനെ ഉള്ളാൽ വരിച്ച നിന്റെ അനുജനെ കൊണ്ടും സ്വീകരിപ്പിക്കാൻ എനിക്ക് നിവൃത്തിയില്ല എന്നറിയിക്കും. അങ്ങനെ ദുഃഖിതയായ അംബ വനത്തിലെത്തി മുത്തച്ഛനായ സൃഞ്ജയൻ എന്ന രാജർഷിയെ കണ്ടുമുട്ടുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ പരശുരാമനെ കണ്ട് പരശുരാമൻ്റെ ശിഷ്യനായ ഭീഷ്മരെ കൊണ്ട് അംബയുടെ വിവാഹം നടത്താൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ ഗുരുവിൻ്റെ വാക്ക് കേട്ടിട്ടും തൻ്റെ ശപഥത്തിൽ നിന്നും പിന്മാറാനായിട്ട് ഭീഷ്മർ തയ്യാറാവുന്നില്ല. പിന്നീട് ഗുരുവും ശിഷ്യനും തമ്മിൽ ഘോരമായ യുദ്ധം നടക്കും. പരശുരാമനെതിരെ മാരകമായ ദ്വാപനാസ്ത്രം പ്രയോഗിക്കാൻ ഒരുങ്ങിയ ഭീഷ്മരുടെ മുന്നിൽ നാരദ മഹർഷിയും ദേവന്മാരും ഒക്കെ പ്രത്യക്ഷപ്പെട്ട് അത് വിലക്കുന്നു. അവസാനം പരശുരാമൻ പിതൃക്കളുടെ ആവശ്യപ്രകാരം യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറാകാതിരുന്ന ക്ഷത്രിയനായ ഭീഷ്മർ അതോടെ അസ്ത്രം പിൻവലിക്കുന്നു. ഗുരുവായ പരശുരാമനെ നമസ്കരിച്ച് ഗുരുവിൻ്റെ അനുഗ്രഹവും പ്രശംസയും നേടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പരശുരാമൻ വിചാരിച്ചിട്ടും കാര്യം നടക്കാതെ വന്നപ്പോൾ അംബയ്ക്ക് ഭീഷ്മരോട് കടുത്ത പക തോന്നുകയാണ്. ഭീഷ്മരെ എങ്ങനെയെങ്കിലും വധിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ശിവനെ ധ്യാനിച്ച് തപസ്സിലേർപ്പെടുന്നു. തപസ്സിൻ്റെ കാഠിന്യം കൂടിയ സമയത്ത് ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ട് നിനക്കൊരിക്കലും ഭീഷ്മരെ വധിക്കാനാവില്ല എന്ന് പറയും. പക്ഷേ അത് കേൾക്കാൻ കൂട്ടാക്കാതെ അംബ പിന്നെയും തപസ്സു തുടരുകയാണ്. നീ ഒരു നദിയായി പോകട്ടെ എന്ന് ഗംഗാദേവി ശപിക്കും. അങ്ങനെ അംബയുടെ ഒരംശം നദിയായി മാറുന്നു. പിന്നീട് വീണ്ടും അവർ തപസ്സു തുടരുകയാണ്. അവസാനം മഹാദേവൻ പ്രത്യക്ഷപ്പെടുന്നു. അടുത്ത ജന്മത്തിൽ ഒരു സ്ത്രീയായി നീ ജനിക്കും. അസ്ത്രവിദ്യയിൽ പ്രാവീണ്യം നേടി നീ പുരുഷത്വം പ്രാപിക്കും. നിൻ്റെ കൈകൊണ്ട് നിനക്ക് ഭീഷ്മരെ നിലം പതിപ്പിക്കാനുള്ള ഒരനുഗ്രഹം മഹാദേവൻ കൊടുക്കുകയാണ്. ഉടനെ തന്നെ വളരെ സന്തോഷത്തോടുകൂടി ഭീഷ്മരെ വധിക്കാനായി എന്ന് പറഞ്ഞും കൊണ്ട് അഗ്നിയിൽ ചാടി സ്വന്തം ജീവിതം അവസാനിപ്പിക്കും അംബ. ആ അംബയുടെ പുനർജന്മമാണ് ശിഖണ്ഡി. അംബരാജകുമാരിയാണ് ദ്രുപദ രാജാവിൻ്റെ പുത്രിയായിട്ട് പുനർജനിക്കുന്നത്. പുത്രിയായിട്ട് ജനിക്കുമെങ്കിലും പുത്രനായി തീരും എന്ന് ദ്രുപദരാജന് ശിവനിൽ നിന്നൊരു വരമുണ്ട്.
അതുകൊണ്ട് തന്നെ പുത്രി ഉണ്ടായിട്ടും പുത്രനാണ് എനിക്കുണ്ടായത് എന്നാണ് അദ്ദേഹം പുറത്തു പറയുന്നത്. എന്നിട്ട് പുരുഷവേഷം ധരിപ്പിച്ചിട്ടാണ് ആ കുഞ്ഞിനെ വളർത്തുന്നത്. ചിത്രയോധി എന്നായിരുന്നു മകളുടെ പേര്. പ്രായപൂർത്തിയായപ്പോൾ ശിവൻ്റെ വാക്ക് വിശ്വസിച്ചിട്ട് ഹിരണ്യവർണ്ണൻ എന്ന രാജാവിൻ്റെ മകളെ കൊണ്ട്, ചിത്രയോധിനിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത് ധ്രുപദ രാജാവിൻ്റെ പുത്രനല്ല, അത് പുത്രിയാണ് എന്ന്. ദുഃഖിതനായ ചിത്രയോധി ജീവിതം അവസാനിപ്പിക്കാനായിട്ട് നാണക്കേടായല്ലോ, അങ്ങനെ വനത്തിലെത്തുകയാണ്. അവിടെ വെച്ചിട്ട് ഒരു യക്ഷൻ്റെ സഹായത്തോടു കൂടി അവർ പരസ്പരം ലിംഗം മാറ്റിയിട്ട് ഒരു പുരുഷനായിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നു. അങ്ങനെയാണ് അവർക്ക് ശിഖണ്ഡി എന്ന പേര് ലഭിക്കുന്നത്. പിന്നീട് ദ്രോണാചാര്യരുടെ കീഴിൽ ആയുധവിദ്യ അഭ്യസിക്കുന്നു. ഭീഷ്മരോട് പ്രതികാരം ചെയ്യാനായിട്ട് കാത്തിരിക്കുകയാണ് ശിഖണ്ഡി എന്ന അംബ. അതേസമയം അംബയുടെ സഹോദരിമാരായ അംബികയും അംബാലികയും 7 വർഷത്തോളമാണ് വിചിത്രവീര്യനുമായിട്ട് ദാമ്പത്യ ജീവിതം നയിക്കുന്നത്. കുട്ടികളുണ്ടാവുന്നില്ല. രാജാവ് ക്ഷയരോഗം പിടിപെട്ട് മരണപ്പെടുകയും ചെയ്യും. അതോടെ ദുഃഖിതയായ സത്യവതി രാജ്യം അന്യം നിന്നു പോകാതിരിക്കാനായിട്ട് ഭീഷ്മരുടെ ശപഥം മറന്ന് കുമാരിമാരെ സ്വീകരിക്കാൻ പറയുന്നു. ധർമ്മത്തിൽ നിന്ന് ഒരണു പോലും ചലിക്കാൻ ഭീഷ്മർ തയ്യാറാവുന്നില്ല. ഭീഷ്മരുടെ അനുവാദത്തോടുകൂടി സത്യവതിക്ക് ആദ്യം പരശുരാമനിൽ ജനിച്ച വേദവ്യാസനെ സ്മരിച്ചു സന്താനോൽപാദനം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ പത്നിമാർ ശുദ്ധകളാകാനായിട്ട് ഭർത്താവ് മരിച്ച 1 വർഷം കാത്തിരിക്കണം എന്ന് പറയും. വേദവ്യാസൻ്റെ വാക്കുകളെ പക്ഷേ അംഗീകരിക്കാൻ സത്യവതി തയ്യാറാവുന്നില്ല. അന്നേരം അദ്ദേഹം പറയും, ഞാൻ വിരൂപിയായിട്ടും ദുർഗന്ധം വഹിക്കുന്നവനുമായിട്ട് മാത്രമേ അവരെ സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെ അക്കാരണം കൊണ്ട് തന്നെ അംബികയ്ക്ക് ജനിച്ച കുട്ടി അന്ധനായി മാറുന്നു. അതാണ് ധൃതരാഷ്ട്രർ. അംബാലികയ്ക്ക് ജനിച്ച പുത്രനാണ് പാണ്ഡുവർണ്ണനായിട്ട് മാറുന്നു. ഇത് കണ്ടിട്ട് ദുഃഖിതയായ സത്യവതി വീണ്ടും അംബികയെ വ്യാസൻ്റെ സമീപത്തേക്ക് അയക്കും. പക്ഷേ തനിക്കു പകരം അംബിക തൻ്റെ ദാസിയെയാണ് അയക്കുന്നത്. അങ്ങനെ ബുദ്ധിമാനായ ഒരു പുത്രൻ ജനിക്കുന്നു. മാണ്ഡവ്യമുനിയുടെ ശാപം കാരണം മനുഷ്യജന്മമെടുക്കേണ്ടി വന്ന യമധർമ്മനാണ് ആ ശിശു. അതാണ് വിതുരർ. വിചിത്രവീര്യന് ശേഷം രാജഭരണം നടത്തിയിരുന്ന ഭീഷ്മർ അതോടെ ആ 3 കുഞ്ഞുങ്ങളുടെ രക്ഷകനായി സ്വന്തം പുത്രന്മാരെ പോലെ അസ്ത്രശാസ്ത്ര വിദ്യകളൊക്കെ പഠിപ്പിച്ച് വളർത്തുകയാണ്. ഭീഷ്മരുടെ ഭരണകാലത്താണ് ഹസ്തനപുരിയിൽ ഏറ്റവും സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഉണ്ടായത്. കുമാരന്മാർ പ്രായപൂർത്തിയാവുന്നതോടുകൂടി പാണ്ഡുവിനെയാണ് രാജാവായി അഭിഷേകം ചെയ്യുന്നത്. ഭീഷ്മരുടെ നിർദ്ദേശാനുസരണം രാജഭരണം നടത്തുന്നു. കാലം കഴിയവേ വിവാഹപ്രായമെത്തിയ അന്ധനായ ധൃതരാഷ്ട്രരെ കൊണ്ട് ഗാന്ധാര രാജാവിൻ്റെ പുത്രിയായ ഗാന്ധാരിയെ വിവാഹം കഴിപ്പിക്കുന്നു. അന്ധനായ ഭർത്താവിൻ്റെ കൂടെ ഒരു പട്ടുതൂവാല കൊണ്ട് ആജീവനാന്തം കണ്ണുകൾ മറച്ചു വെച്ച് ഗാന്ധാരി കഴിയുന്നു. യാദവവംശ രാജാവായ ശൂരസേനൻ്റെ പുത്രിയായ പൃഥ, കൂടെ തന്നെ മദ്രേശപുരിയിലെ മദ്രേശൻ്റെ മകളായ മാദ്രി, ഇവരെ 2 പേരെയും കൊണ്ട് പാണ്ഡുവിനെയും വിവാഹം കഴിപ്പിക്കുന്നു. രാജഭരണത്തിൽ സമർത്ഥനായ പാണ്ഡുവിൻ്റെ ഭരണത്തിന് കീഴിൽ കുരുവംശം വീണ്ടും പ്രതാപം വർദ്ധിക്കുകയാണ് ചെയ്യണത്. അത് കണ്ട് ഭീഷ്മർ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ദേവങ്കൻ എന്ന ബ്രാഹ്മണന് ശൂദ്രസ്ത്രീയിൽ ജനിച്ച യുവതിയെ വിതുരരുടെ ഭാര്യയുമാക്കുന്നു ഭീഷ്മർ. അങ്ങനെ ഏവരും സന്തോഷത്തോടുകൂടി ജീവിച്ചു പോവുകയാണ്. അപ്പോഴാണ് ഒരിക്കൽ വനത്തിൽ വെച്ച് പാണ്ഡുവിന് മുനിയുടെ ശാപമേൽക്കുന്നതും ഭാര്യമാരെ അതിനുശേഷം തൊടാൻ പറ്റുന്നില്ല. അങ്ങനെ പുത്രന്മാരുണ്ടാകുന്നില്ല. കുന്തിദേവിക്ക് വരങ്ങൾ ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കുന്തിദേവിയുടെ സിദ്ധി കൊണ്ട് 5 പുത്രന്മാരുണ്ടാകുന്നു. അവരാണ് പഞ്ചപാണ്ഡവർ. അതേസമയം ഗാന്ധാരിക്ക് 100 പുത്രന്മാരും 1 പുത്രിയും ജനിക്കുന്നു. അവർ കൗരവരെന്നും അറിയപ്പെടുന്നു. ഈ അവസരത്തിലാണ് പാണ്ഡു അകാലത്തിൽ മരണമടയുന്നതും പാണ്ഡുവിൻ്റെയും മാദ്രിയുടെയും ശവശരീരങ്ങൾ പട്ടടയിൽ എരിഞ്ഞമരുന്ന സമയത്ത് ദുഃഖം സഹിക്കാനാവാതെ വാവിട്ട് കരയുന്ന ഭീഷ്മരെയും നമുക്ക് കാണാം. അതോടുകൂടി കൗരവരും പാണ്ഡവരും ഹസ്തനപുരിയിൽ ഒരുമിച്ച് താമസിക്കുന്നു. വളരുന്നതിനനുസരിച്ച് പരസ്പരം സ്പർദ്ധയും കൂടി വരുന്നു. ഒരിക്കലും പിതാമഹനായ ഭീഷ്മരുടെയോ അദ്ദേഹത്തിന് എന്നും താങ്ങായ വിതുരരുടെയോ ദ്രോണരുടെയോ ഒന്നും വാക്കുകളെ അവർ കേട്ടില്ല. അതൊക്കെ അവഹേളിക്കുകയാണ് കൗരവർ. പ്രമുഖരിൽ ദുര്യോധനാണ് മുമ്പിൽ, കൂടെ ദുശാസനും കർണനും. ശകുനിയുടെയും കൂടി സഹായം
ഉപദേശമൊക്കെ കിട്ടിയതോടുകൂടി കൊള്ളരുതായ്മകൾ ഒരുപാട് അവർ പാണ്ഡവരോട് പ്രവർത്തിക്കുന്നു. അങ്ങനെ പാണ്ഡവർക്ക് വേണ്ടി വാദിച്ച് കർണനും ഭീഷ്മരും ശത്രുക്കളായി മാറുന്നു. അവസാനം ധർമ്മം വിജയിച്ച് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹത്തോടുകൂടി പാതിരാജ്യം നേടി ഇന്ദ്രപ്രസ്ഥം ആസ്ഥാനമാക്കി നീതിയുക്തമായ ധർമ്മരാജാവിൻ്റെ ഭരണത്തിന് കീഴിൽ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ലഭിച്ചു അവിടുത്തെ ജനങ്ങൾക്ക്. നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം രാജസൂയം നടത്തിയ ധർമ്മരാജൻ അഗ്രപൂജയ്ക്കായുള്ള ചടങ്ങിനായി പൂജ്യനായുള്ള ഒരാളെ തിരഞ്ഞെടുക്കാനായിട്ട് ഭീഷ്മരെയാണ് ഏൽപ്പിക്കുന്നത്. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനുള്ളപ്പോൾ മറ്റാരെയാണ് അർഘ്യം നൽകുക എന്ന് പറയുകയും അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ പാണ്ഡവർ ഭഗവാനെ പൂജിക്കുന്നു. ഭഗവാൻ അത് സ്വീകരിക്കുന്നു. എന്നാൽ അവിടെ കൂടിയിരുന്ന രാജാക്കന്മാരിൽ ശിശുപാലൻ ഇതിനെ എതിർക്കുന്നു. സ്പർദ്ധ വളർത്തി കേശവനെ ആക്ഷേപിക്കുന്നു. രാജസൂയം മുടക്കാൻ ശ്രമിക്കുന്നു. കുരുവൃദ്ധനായ കുരുവംശത്തിൻ്റെ രക്ഷകനായ ഭീഷ്മ പിതാമഹൻ ഭഗവാന്റെ മഹത്വം വളരെ ശക്തമായിട്ടാണ് ആ സഭയിൽ ഉന്നയിക്കുന്നത്. ഇത് കേട്ട് ശിശുപാലനിജമായ ഭാഷയിലാണ് പിതാമഹനെ നിന്ദിക്കുന്നത്. വിഷമിച്ചു പോയ ഭീഷ്മർ, നിന്റെ അവസാനം അടുത്തിരിക്കുന്നു, ഭഗവാന്റെ കൈകൊണ്ട് നിനക്ക് മരണം എന്ന് പറയുന്നു. ശിശുപാലൻ അത് കേട്ട് കോപത്തോടുകൂടി കേശവനെ പോരിന് വിളിക്കുന്നു. ഭഗവാന് നേരെ ആയുധം തൊടുത്തു വിടുകയാണ്. അടുത്ത നിമിഷത്തിൽ തന്നെ ഭഗവാന്റെ സുദർശന ചക്രത്താൽ മരണം വരിക്കുന്ന ശിശുപാലൻ്റെ ശരീരത്തിൽ നിന്നും ഒരു പ്രകാശമുയർന്ന് ഭഗവാനെ ലയിക്കുന്ന കാഴ്ചയും നമുക്കവിടെ കാണാം. അസൂയമൂത്ത ദുര്യോധനൻ്റെ അനന്തര പ്രവൃത്തികളെല്ലാം തന്നെ ചൂതുകളിയിലൂടെയും വസ്ത്രാക്ഷേപത്തിലൂടെയും ഒക്കെ നമുക്ക് കാണാം. അതിനുശേഷം അപ്പോഴൊക്കെ എതിർക്കുന്നത് പിതാമഹനും വിതുരരും മാത്രമാണ്. പുത്രസ്നേഹം കൊണ്ടെല്ലാം മറന്നുപോയ ധൃതരാഷ്ട്രർ പിതാമഹൻ്റെ വാക്കുകളെ ഒരിക്കൽ പോലും മാനിച്ചില്ല. അതോടുകൂടി കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു. കുരുക്ഷേത്ര യുദ്ധവും നടക്കുന്നു. ആ സമയത്തും പിതാമഹൻ ഒരുപാട് ധൃതരാഷ്ട്രരെ ഉപദേശിക്കുന്നുണ്ട്. പരമശിവനോട് യുദ്ധം ചെയ്ത വീരനാണ് അർജുൻ. പാർത്ഥൻ്റെ സാരഥി കേശവനാണ്. നരനാരായണന്മാരുടെ അവതാരമാണ് അവർ. കൗരവകുലം നശിക്കും. യുദ്ധം ഉപേക്ഷിക്കാൻ തയ്യാറാകണം എന്ന് പിതാമഹൻ ഒരുപാട് തവണ ഉപദേശിക്കുന്നു. പിതാമഹൻ്റെ വാക്കുകളെ കർണനാണ് ഏറ്റവും കൂടുതൽ പുച്ഛിക്കുന്നത്. അവരെ എല്ലാവരെയും വധിക്കാൻ ഞാൻ ഒരാൾ മതി എന്നാണ് കർണൻ പറയുന്നത്. നാണം കെട്ട വർത്തമാനം പറയാനേ നിന്നെക്കൊണ്ടാവൂ എന്ന് പറഞ്ഞ് പരിഹസിക്കും ഭീഷ്മരൻ. അതോടുകൂടി കർണൻ പിതാമഹൻ്റെ പതനത്തിന് ശേഷം മാത്രമേ ഞാൻ യുദ്ധത്തിനിറങ്ങുള്ളൂ എന്ന് ശപഥം ചെയ്യും. അവസാനം യുദ്ധത്തിനായി കൗരവരുടെ സർവ്വസൈന്യാധിപനായി ഭീഷ്മരെ ആർഭാടപൂർവ്വം അഭിഷേകം ചെയ്യുന്നു ദുര്യോധനൻ. പിതാമഹൻ്റെ വ്യവസ്ഥകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് പാണ്ഡവരെ ഞാൻ കൊല്ലില്ല, കർണൻ്റെ കൂടെ ഞാൻ യുദ്ധം ചെയ്യില്ല, ശിഖണ്ഡിയോട് ഞാൻ യുദ്ധം ചെയ്യില്ല, അങ്ങനെ ഒരുപാട് വ്യവസ്ഥകളാണ് പിതാമഹൻ വയ്ക്കുന്നത്. ആ സമയത്ത് ഒരുപാട് ദുർനിമിത്തങ്ങളും ഉണ്ടാവുന്നുണ്ട്. എങ്കിലും വിജയം ഞങ്ങൾക്ക് തന്നെയായിരിക്കുമെന്ന് ദുര്യോധനൻ ഉറപ്പിച്ചു. കാരണം പരശുരാമനെ പോലും പരാജയപ്പെടുത്തിയ ആളാണല്ലോ പിതാമഹൻ. അതുകൊണ്ട് തന്നെ പിതാമഹന് തുല്യരായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല എന്നും അദ്ദേഹം കരുതി. ആ ഒരു സമാധാനത്തിലായിരുന്നു ദുര്യോധനൻ. ഭീഷ്മ പിതാമഹൻ കുരുക്ഷേത്രത്തിൽ വെച്ച് യുദ്ധത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ശങ്കടത്വച്ചത്തിലൂതുകയാണ്. ആ സമയത്ത് ശത്രുപക്ഷത്തു നിന്നും യുധിഷ്ഠിരൻ രഥത്തിൽ നിന്നിറങ്ങി നിരായുധനായിട്ടാണ് ഭീഷ്മരുടെ അടുത്തേക്ക് വരുന്നത്. പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ച് അനുഗ്രഹം നേടുന്നു. യുധിഷ്ഠിരൻ്റെ ഈ ഒരു പ്രവൃത്തിയിൽ അങ്ങേയറ്റം സന്തുഷ്ടനായ പിതാമഹൻ, ധർമ്മം നിങ്ങളുടെ ഭാഗത്താണ്, വിജയമുണ്ടാകും, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. കൂടെ തന്നെ ദ്രോണരെയും കൃപരെയും ശല്യരെയും ഒക്കെ വന്ന് വണങ്ങിയാണ് ധർമ്മരാജൻ തിരിച്ചു പോയിട്ട് ശംഖോതുന്നത്. യുദ്ധത്തിൻ്റെ ആദ്യ ദിനം ഭീഷ്മർ അഭിമന്യുവായും, രണ്ടാമത്തെ ദിനം അർജുനനുമായിട്ടും, മൂന്നാമത്തെ ദിനം ഭീമനോടും സാത്വികിയോടും ഒക്കെ യുദ്ധം ചെയ്യുന്നുണ്ട്. വളരെ തണുപ്പൻ മട്ടിലാണ് അർജുനൻ പിതാമഹനോട് യുദ്ധം ചെയ്യുന്നത്. ഇത് കണ്ട് ക്ഷമയറ്റ ഭഗവാൻ രഥത്തിൽ നിന്നിറങ്ങി കയ്യിൽ സുദർശനമേന്തി നേരെ ഭീഷ്മപിതാമഹൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു സന്ദർഭമുണ്ട്. ഇത് കണ്ട് ഭീഷ്മപിതാമഹൻ സന്തോഷത്തോടു കൂടി കൈ തൊഴുത് മരണം വരിക്കാനായിട്ട് ഭഗവാന്റെ മുന്നിൽ കാത്തിരിക്കുകയാണ്. അങ്ങയുടെ തൃക്കൈ കൊണ്ട് മരണം വരിച്ച് എനിക്ക് മോക്ഷം നേടാനാണ് ഇഷ്ടം എന്നാണ് പറയണത്. ഇത് കണ്ട് ഭയന്ന അർജുനൻ ഓടി വന്നിട്ട് കേശവനോട് മാപ്പ് പറഞ്ഞ് എൻ്റെ കടമ ഞാൻ നിർവഹിച്ചോളാം എന്ന് പറഞ്ഞ് രണ്ടുപേരും പിന്നെ തിരിച്ച് രഥത്തിലേറുന്നു. തുടർന്നുള്ള യുദ്ധത്തിൽ ഭീഷ്മർക്കോ ദ്രോണർക്കോ അർജുനനെ നേരിടാനാവുന്നില്ല. എങ്കിലും 9ാമത്തെ ദിവസത്തെ യുദ്ധത്തിൽ
അർജുനൻ പിതാമഹനോട് വീണ്ടും മയപ്പെട്ടിട്ടുള്ള ആക്രമണം നടത്തുന്നു. ഇത് കണ്ട് കേശവന് വീണ്ടും കോപാകുലം. അതുകണ്ട് യുധിഷ്ഠിരൻ പിതാമഹനെ ചെന്ന് കണ്ട് പരിഹാരമായിട്ട് എന്നെ ജയിക്കാൻ കേശവന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ഞാൻ പിതാമഹനായി പോയതുകൊണ്ടാണ് അർജുനൻ വിമുഖത കാട്ടുന്നതും ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യാനൊക്കെ പറയുന്നു. കാരണം ആ നപുംസകത്തോട് ഞാൻ യുദ്ധം ചെയ്യില്ല. അങ്ങനെ യുദ്ധത്തിൻ്റെ 10ാമത്തെ ദിവസം ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ യുദ്ധം ചെയ്യുന്നു. കൗരവപക്ഷത്തെ പ്രമാണിമാരെല്ലാവരും ഭീഷ്മരുടെ സുരക്ഷയ്ക്കായിട്ട് കൂടെ നിന്നു എങ്കിലും ആർക്കും തന്നെ രക്ഷിക്കാനാവണില്ല. അർജുനൻ്റെ ശരങ്ങൾ ഭീഷ്മരുടെ ദേഹത്തിലെല്ലാം തുളച്ച് കയറി ക്ഷീണിതനായ അദ്ദേഹം രഥത്തിൽ നിന്നും മറിഞ്ഞ് താഴെ വീഴുന്നു. നിലം തൊടാതെ ആ ശരങ്ങളിൽ ശരീരം താങ്ങി നിൽക്കുകയാണ്. യുദ്ധഭൂമിയിലെ ആ ശരശയ്യയിൽ മൃതപ്രായനായിട്ടാണ് ഭീഷ്മർ പിന്നീട് ശയിക്കുന്നത്. ഉത്തരായനം വരെ ജീവിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. കാരണം ഉത്തരായനം മരണം നടക്കുന്നത് നല്ലതാണ്. അതിന് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അനുഗ്രഹമുണ്ട്, ഇഷ്ടമുള്ള സമയത്ത് മരണം വരിക്കാമെന്ന്. അതുകൊണ്ട് തന്നെ യുദ്ധം നിർത്തി എല്ലാവരും, പാണ്ഡവരും കൗരവരും ഒക്കെ പിതാമഹന് ചുറ്റിൽ നിൽക്കുന്നു. തൂങ്ങിക്കിടക്കുന്ന തൻ്റെ കഴുത്തിന് താങ്ങു വേണമെന്ന് ദുര്യോധനോട് പറയുമ്പോൾ ദുര്യോധന ഒരുപാട് പട്ട് തലയണകളാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഇതാണോ തനിക്ക് യോജിച്ച തലയണ? നീ തന്നെ നൽകൂ അർജുന എന്ന് പറയും. ഉടനെ അർജുനൻ 3 അമ്പുകൾ എഴുത് ഭീഷ്മരുടെ തല ഉയർത്തി നിർത്താൻ താങ്ങ് നൽകുകയാണ്. വളരെ സംതൃപ്തിയോടുകൂടി അർജുനനെ അനുഗ്രഹിച്ച് യാത്രയാക്കി പിതാമഹൻ. ഇനിയെങ്കിലും യുദ്ധം നിർത്തി ദുര്യോധനനോട് അപേക്ഷിക്കുകയാണ് അദ്ദേഹം. പക്ഷേ ദുര്യോധനൻ ചെവിക്കൊള്ളുന്നില്ല. അതിനുശേഷം കർണൻ പിതാമഹനെ കാണാൻ വരുന്ന ഒരു സന്ദർഭമുണ്ട്. വളരെ വേദനയോടുകൂടി ആ കാഴ്ച കണ്ട് അങ്ങ് വെറുക്കുന്ന കർണൻ അങ്ങനെ അങ്ങയെ കാണാൻ വന്നിരിക്കുകയാണ് എന്ന് പറയും. സാവധാനം കണ്ണു തുറക്കുന്ന പിതാമഹൻ, നിന്റെ ഗർവ് അകറ്റാൻ മാത്രമാണ് ഞാൻ നിന്നെ കുറ്റം പറഞ്ഞത്. നീ എൻ്റെ കൗന്ദേയനാണ്. യുദ്ധം ചെയ്യുന്നത് നീ നിൻ്റെ സ്വന്തം സഹോദരന്മാരോടാണ്. നീ കൂട്ടുനിൽക്കുന്നത് അധർമ്മത്തോടാണ്. എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയും. ഇത് കേട്ട് പിതാമഹ, എനിക്കിതെല്ലാം അറിയാം, എൻ്റെ തെറ്റുകൾ എന്നോട് പൊറുക്കണം, എനിക്ക് ഐശ്വര്യം തന്ന ദുര്യോധനൻ്റെ കൂടെ തന്നെ ഞാൻ നിൽക്കും എന്ന് പറയും. അന്നേരം പിതാമഹൻ പറയും, ക്ഷത്രിയോചിതമായ ഫലം നേടാൻ നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന്. യുദ്ധം പിന്നെയും തുടരുന്നു. 18ാമത്തെ നാളിൽ കൗരവരെ ഒന്നടങ്കം വധിച്ച് പാണ്ഡവരെ വിജയികളായി രാജ്യം നേടുന്നു. ദുഃഖിതനായ ധർമ്മജന് കേശവൻ പറഞ്ഞിട്ടും സമാധാനമാവുന്നില്ല. ഒടുവിൽ കേശവൻ മുനിമാരെയും പാണ്ഡവരെയും ഒക്കെ കൂട്ടി പിതാമഹൻ്റെ മുമ്പിലെത്തുന്നു. ലോകത്തിൽ നിന്നും മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ധർമ്മപാഠങ്ങൾ യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുക്കാൻ പറയുന്നു. അത്രയും കാലം ഭീഷ്മർക്ക് വേദനയും ബുദ്ധിമാന്ദ്യവും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് എല്ലാ ദിവസവും യുധിഷ്ഠിരൻ പിതാമഹൻ്റെ സമീപത്തെത്തുന്നതും ഭീഷ്മർ ധർമ്മോപദേശം ചെയ്യുന്നതും. ശരിക്കും അത് ഭീഷ്മർക്ക് തന്നെയുള്ള ആഗ്രഹമാണ്. താൻ പഠിച്ച വിദ്യകളൊന്നും തന്നെ തനിക്ക് തൻ്റെ ജീവിതത്തിൽ മുഴുവനായിട്ടും ഉപയോഗിക്കാൻ പറ്റിയില്ല. ആ വിദ്യകളൊന്നും തന്നെ പാഴായി പോകാനും പാടില്ല. പാഴായി പോകുന്ന വിദ്യയോളം ദുഃഖം മറ്റൊന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ആഗ്രഹമാണ് ഒരു സൽപാത്രത്തിലേക്ക് ഈ വിദ്യകളൊക്കെ പകർന്നു കൊടുക്കണം എന്നുള്ളത്. അദ്ദേഹം അതിനായി തിരഞ്ഞെടുക്കുന്നതും ധർമ്മജനായ ധർമ്മിഷ്ഠനെയാണ്. അങ്ങനെയാണ് കേശവൻ ധർമ്മജനെയും കൂട്ടി അവിടെ എത്തുന്നത്. ഭഗവാന്റെ അനുഗ്രഹത്താൽ ശരീരവേദന അറിയാതെ രാജധർമ്മം, മോക്ഷധർമ്മം, നീതിശാസ്ത്രങ്ങൾ, രാഷ്ട്രമീമാംസ, അങ്ങനെ എന്തൊക്കെ അദ്ദേഹം പഠിച്ചോ അതും മുഴുവൻ ധർമ്മജന് ഉപദേശിച്ചു കൊടുക്കുന്നു. ഉത്തരായനം പിറന്നതോടുകൂടി ഭീഷ്മരുടെ അഭിലാഷമനുസരിച്ച് കേശവനും പാണ്ഡവരും ധൃതരാഷ്ട്രവും എല്ലാവരും അദ്ദേഹത്തിന് ചുറ്റും വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് ധൃതരാഷ്ട്രോട്, നിൻ്റെ പുത്രൻ്റെ ദുരാഗ്രഹവും ദുർവാശിയും കൊണ്ടാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായത്. നീ അവൻ്റെ ദുഷ്ടബുദ്ധിക്ക് കൂട്ടുനിന്നതുകൊണ്ടാണ്. ഇനിയുള്ള കാലമെങ്കിലും യുധിഷ്ഠിരനെ സ്വന്തം മകനെ പോലെ കണ്ട് സ്നേഹിക്കണം. നിൻ്റെ ഇഷ്ടാനുസരണം പെരുമാറാൻ അവൻ അറിയും എന്നൊക്കെ പറയുന്നു. ഒന്നും പറയാനാവാതെ തല കുനിച്ച് തേങ്ങുക മാത്രം ചെയ്യുകയാണ് ധൃതരാഷ്ട്രൻ. അനന്തരം കേശവനെ നോക്കി സ്തുതിക്കുകയും അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ വെച്ച് അങ്ങയുടെ അനുവാദത്തോടുകൂടി ജീവൻ വെടിയാൻ അനുഗ്രഹിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു. അന്നേരം ഭഗവാൻ പറയും, പിതാമഹ,
പാപലേശമില്ലാത്ത ധർമ്മിഷ്ഠനാണ് അങ്ങ്. അങ്ങേക്ക് എല്ലാവിധ മോക്ഷങ്ങളും പുണ്യലോകത്തേക്ക് പോകാനായിട്ടുള്ള അനുഗ്രഹവും ഞാൻ നൽകുന്നു. കേശവൻ്റെ വാക്കുകൾ കേട്ട് ഭഗവാനെ വണങ്ങി എല്ലാവരോടും യാത്ര പറഞ്ഞ് യോഗസിദ്ധിയിലൂടെ അദ്ദേഹം തൻ്റെ ആത്മാവിനെ സ്വന്തം ശരീരത്തിൽ നിന്നും വേർപെടുത്തി. അങ്ങനെ വസിഷ്ഠ ശാപത്താൽ മനുഷ്യജന്മമെടുത്ത അഷ്ടവസുക്കളിൽ ഒരാളായ ദ്യോവ് തൻ്റെ പൂർവ്വരൂപത്തിലേക്ക് മടങ്ങുകയും മറ്റുള്ളവർ നോക്കി നിൽക്കെ ആ ദിവ്യരൂപം മറയുകയും ചെയ്യുന്നു. ശ്രീകൃഷ്ണ ഭക്തനായ ഭഗവാന്റെ വിശ്വരൂപ ദർശനം കിട്ടിയ മഹാത്യാഗിയും ആദർശധീരനുമായ കുരുവംശ സംരക്ഷകൻ ഭീഷ്മപിതാമഹൻ.